ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഒരുപാട് മെസ്സേജ് വരിക, ഒരുപാട് കമൻറ്റ് വരിക എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഹോം ടൂർ ചെയ്യാൻ എനിക്ക് അറിയൊന്നുമില്ല, പക്ഷെ ഞാൻ കുറച്ച് ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് ആരാ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് തരുമോ, പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാൻ. നമ്മുടെ വീതി കുറഞ്ഞ നീളത്തിലുള്ളൊരു ഫ്ലോട്ടാണ്. അതുകൊണ്ട് നടുവിലൊരു കിണറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്ലോട്ടിന് ഇത് അനുയോജ്യമൊന്നും ആവില്ല. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പ്ലാനിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. സിറ്റ് ഔട്ട് നമ്മൾ തുറന്ന് കയറുമ്പോൾ ഒരു ലിവിങ് ഹാളിലേക്കാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടി വി യൂണിറ്റ് ഉണ്ട് കേട്ടോ. ടി വി യൂണിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു നടപ്പാതയാണ്, സൈഡിലൊരു ബെഡ്റൂമും പിന്നെ കിച്ചണിലേക്ക് പോകാനുള്ളൊരു പാസേജാണ് കേട്ടോ ഉള്ളത്. ആ സൈഡിലത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇത് അച്ഛനാണ്, ഇവിടുത്തെ അച്ഛൻ്റെ ബെഡ്റൂമാണ്. സിമ്പിൾ, ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതൊരു അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തൊരു വാൾഡ്രോബാണ് കേട്ടോ അത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോണ വഴിയിൽ ഒരു സൈഡിലൊരു വാഷ് ബേസിൻ യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇത് നമ്മുടെ ഒരു കോർട്ട്യാർഡാണ് കേട്ടോ. ഇത് നമ്മുടെ ഓപ്പൺ കോർട്ട്യാർഡാണ്. നമ്മുടെ വീടിന് നടുവിലൊരു കിണറുണ്ട്. അത് നമ്മൾ കോർട്ട്യാർഡാക്കിയിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഇത് ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൻ്റെ അവിടെ ഒരു ബേ വിൻഡോ ഉണ്ട്, അവിടെ നിന്നും വ്യൂ കിട്ടും. ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ യൂണിറ്റ്, സ്റ്റെയർകേസിൻ്റെ അവിടെയായിട്ട് വരും. ഇത് നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇത് ഓപ്പൺ കിച്ചൻ്റെ അവിടെ ഒരു ബേ വിൻഡോ ഉണ്ട് കേട്ടോ. ആ ബേ വിൻഡോ ആണിത്. ഇവിടെ നിന്നും നമുക്ക് കോർട്ട്യാർഡിലേക്ക് വ്യൂ കിട്ടും കേട്ടോ. ഇതൊരു സ്ലൈഡിങ് വിൻഡോയാണ്. ഇവിടെ സ്ലൈഡിങ് ഡോർ, സ്ലൈഡിങ് വിൻഡോ ഒക്കെ ചെയ്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. അതുപോലെ വാൾഡ്രോബ്, ഓപ്പൺ കിച്ചൺ, ഇത് വർക്കിംഗ് കിച്ചണാണ്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനാണ്. ഒരുപാട് മെസ്സേജസ് വന്ന് ഇൻറ്റീരിയർ വർക്ക് ആരാ ചെയ്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ജോജു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ആളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതൊരു നോർമൽ കിച്ചണാണ് കേട്ടോ. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല അടുപ്പ്. ഇതൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. മുകളിലേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത്, കിഡ്സ് ബെഡ്റൂമാണ്. ഇപ്പോൾ കിഡ്സിൻ്റെ സാധനങ്ങൾ ഈ ബേ വിൻഡോയിൽ ഇങ്ങനെ അടക്കി വെക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബേ വിൻഡോയുടെ അവിടെ ഇരുന്നിട്ട് സ്ലൈഡിങ് ഡോർ തുറക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒറ്റ ബെഡ്റൂമിൽ നമ്മൾ ഡ്രസ്സിങ് ടേബിൾ ചെയ്തിട്ടില്ല, പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു വാൾഡ്രോബാണ്, അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം വന്നിട്ട്. ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട്, ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാൾഡ്രോബും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ വീഡിയോ ചോദിച്ച എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.